ഫ്രാൻസ്വാ മോറിയാക്ക് എന്ന് പറയുന്ന നോബൽ സമ്മാനം കിട്ടിയ ഒരു എഴുത്തുകാരനോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ച് ആ കാലത്ത് ഏലി വീസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെത്തുന്നു. ഏലി വീസൽ അന്ന് ഒരു പത്രത്തിൻ്റെ പ്രാദേശിക ലേഖകൻ മാത്രമാണ്. മോറിയാക്ക് എന്ന് പറയുന്ന നോബൽ പ്രൈസ് കിട്ടിയ ഫ്രഞ്ച് എഴുത്തുകാരനോട് ഒരു അഭിമുഖം തരപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശുപാർശകൾ നടത്തിയതിന് ശേഷമാണ് അയാൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഈ ഫ്രാൻസ്വാ മോറിയാക്കിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ച് വളരെ ബഹുമാനത്തോടെ മോറിയാക്കിൻ്റെ മുന്നിൽ ചെന്നു. മോറിയാക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഈ കുട്ടി ചോദ്യം ചോദിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മോറിയാക്ക് തൻ്റെ ഇഷ്ടവിഷയം അവനോട് പറയുക. ചില എഴുത്തുകാരങ്ങനെ. അയാളുടെ ഇഷ്ടവിഷയം, ഫ്രാൻസ്വാ മോറിയാക്കിൻ്റെ ഇഷ്ടവിഷയം യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിനെ പറ്റി വളരെ വാചാലമായി അവസാനം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും പീഡാനുഭവവും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഈ കുട്ടി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിർത്തുക, നിങ്ങൾക്കെപ്പോഴും യേശുക്രിസ്തു യേശുക്രിസ്തു യേശുക്രിസ്തു. എൻ്റെ വംശം, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ജൂതന്മാർ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിൽ ഈ യേശുക്രിസ്തു അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അത് പറയണ്ട. നിങ്ങളൊക്കെ എന്തുകൊണ്ട് അത് മറക്കുന്നു? ഞങ്ങളുടെ അമ്മമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ യേശുക്രിസ്തു അനുഭവിച്ചതിൻ്റെ 100 മടങ്ങ് പീഡനം ഹിറ്റ്ലറുടെ ക്യാമ്പിൽ ക്രൂരമായി അനുഭവിച്ചിട്ടുള്ളപ്പോൾ നിങ്ങളൊക്കെ എന്തുകൊണ്ട് അത് മറക്കുകയും വർത്തമാനകാലത്തിൽ ഇരുന്നുകൊണ്ട് യേശുക്രിസ്തു യേശുക്രിസ്തു എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുക. അവൻ ആ വീടിൻ്റെ ഇടനാഴിയിലേക്ക് കടന്നപ്പോൾ മോറിയാക്ക് പിന്നാലെ ചെന്ന് തൊട്ട് വിളിച്ച് പിടിച്ചു അവനെ. നീ പിണങ്ങിപ്പോകാതെ, കം ബാക്ക്, മടങ്ങി വരിക. ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും തനിക്കെതിരെ ഇരുത്തി. നോബൽ പ്രൈസ് കിട്ടിയ മോറിയാക്ക് എന്ന് പറയുന്ന അതിപ്രശസ്തനായ എഴുത്തുകാരനോട് ഒരു യുവാവായ ഏലി വീസൽ ഇങ്ങനെ പ്രതികരിച്ചല്ലോ താൻ എന്ന ഓർത്ത് ആ യുവാവ് തൻ്റെ അവിവേകമോർത്ത് മോറിയാക്കൻ്റെ ഓപ്പോസിറ്റിൽ ഇരുന്ന് വല്ലാതെ കരഞ്ഞു. അവനൊരു കപ്പ് കാപ്പി കൊടുത്തു. കരച്ചിലടക്കാൻ പറഞ്ഞു. ശേഷം പറഞ്ഞു, നീ പറയുക, ഞാൻ കേൾക്കാം. ഇല്ല, ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇല്ല, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, നീ പറയുക. ഈ ഏലി വീസൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പീഡനം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അവൻ പറഞ്ഞു തൻ്റെ വംശം, തൻ്റെ ജനത അനുഭവിച്ച കൊടിയ പീഡനത്തിൻ്റെ കഥ. ഇപ്പോൾ കരഞ്ഞത് മോറിയാക്കാണ്. അത് കേട്ട് മോറിയാക്ക് കരഞ്ഞു. ശേഷം പറഞ്ഞു, മോനെ, നീ ഇതെല്ലാം എന്താടാ എഴുതാത്തത്? നീ ഇതൊക്കെ ഒന്ന് എഴുത്. ഇല്ല, ഒന്നും എഴുതില്ലെന്ന് എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. അത് തെറ്റിക്കേണ്ട സമയം കഴിഞ്ഞു. നീ ഇത് എഴുതണം. അയാൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീ ഇത് എഴുതണം. ഏലി വീസൽ അത് എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് നൈറ്റ് എന്നാണ്. തൻ്റെ ജനത, താൻ ഉൾപ്പെടെയുള്ള തലമുറ, തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ അമ്മമാർ, തങ്ങളുടെ സഹോദരിമാർ, തങ്ങളുടെ പിതാക്കന്മാർ വെളിച്ചം കാണാതെ ക്രൂരമായി പട്ടിണി കിടന്ന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചതിൻ്റെ ചരിത്രം അവൻ എഴുതി. ആ പുസ്തകത്തിന് പുലിറ്റ്സർ സമ്മാനം കിട്ടി. ആ ഏലി വീസലിന് പിന്നെ നോബൽ പ്രൈസ് കിട്ടി. ഞാനിത് പറഞ്ഞത്, വേണമെങ്കിൽ മോറിയാക്കിന് തൻ്റെ മുന്നിൽ നിന്ന് തന്നെ ധിക്കരിച്ച് സംസാരിച്ച ഈ ചെറുപ്പക്കാരനെ ഇറങ്ങിപ്പോകുമ്പോൾ അവനവൻ്റെ പാട്ടിന് പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. പിന്നാലെ പോയി അവനെ തൊട്ടുപിടിച്ച് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പമിരുത്തി കാപ്പി കൊടുത്ത് നീ എഴുതണമെന്ന് പറഞ്ഞെടുത്ത ഒരു എഴുത്തുകാരനുണ്ടായി. അവൻ നോബൽ പ്രൈസ് വിന്നറായി മാറി. ഈ ലോകം ഇന്നവനെ അറിയും.